ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 4 അധ്യായം 3 എൻ്റെ ഭാഷ. ഈ അധ്യായത്തിൽ നമ്മൾ MT വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞയാണ് പരിചയപ്പെടുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അധ്യായത്തിൻ്റെ മുന്നോടിയായി കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ ഉറക്കത്തിൽ കിനാവായും ഉണർവിൽ നിനവായും തണലായും തുണയായും ഒപ്പം നിന്നത് മറ്റൊന്നുമല്ല. പിന്നെ എന്തായിരുന്നു? അത് ഭാഷയായിരുന്നു എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മനുഷ്യൻ ലക്ഷ്യം തേടി യാത്ര ചെയ്യുകയാണ്. അതായത് അവനൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തേടി അവനിങ്ങനെ നിരന്തരം യാത്ര ചെയ്യുകയാണെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, നിരന്തരമായ ജീവിതയാത്രയിലാണ്, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അതിൽ ഉറക്കത്തിൽ കിനാവായും, നമ്മൾ ഉറക്കത്തിൽ പോലും സ്വപ്നം കാണുന്നത് ഏത് ഭാഷയിലാണ്? ഉറക്കത്തിൽ നമ്മൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? അതായത് സ്വപ്നത്തിൽ മലയാളത്തിൽ അല്ലേ? അതായത് അവനവൻ്റെ മാതൃഭാഷയിലാണ്. ഉണർവിൽ നിനവായും, ഉണർന്നിരിക്കുമ്പോൾ നമ്മളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിനും പഠിക്കുന്നതിനും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനും തർക്കിക്കുന്നതിനും വഴക്ക് കൂടുന്നതിനും സങ്കടപ്പെടുന്നതിനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? മാതൃഭാഷയാണ്. തണലായും തുണയായും ഒപ്പം നിന്നത് ആരായിരുന്നു? അവനവൻ്റെ ഭാഷ തന്നെയാണ്. അതായത് ഒരു മനുഷ്യന് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അവനവൻ്റെ സ്വന്തം ഭാഷയിൽ മാത്രമേ ചിന്തിക്കാനും സംസാരിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. സന്തോഷം വന്നാൽ അത് പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. ഒരാളോടുള്ള ദേഷ്യമോ വെറുപ്പോ പ്രകടിപ്പിക്കുന്നതും നിങ്ങളുടെ മാതൃഭാഷയിലായിരിക്കും. അതുകൊണ്ടാണ് കവി വള്ളത്തോൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താനെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എത്ര ഭാഷകൾ നമുക്കറിയാമെങ്കിലും അവരൊക്കെ എന്തേ ആകുന്നുള്ളൂ? വളർത്തമ്മമാർ മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടെ പെറ്റമ്മ എന്ത് തന്നെയാണ്? നമ്മുടെ സ്വന്തം ഭാഷയാണ്, മാതൃഭാഷയാണ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. എൻ്റെ ഭാഷ. മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. MT വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞ. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കൂ. മലയാളമാണ് എൻ്റെ ഭാഷ, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഭാഷ മലയാളമാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് വെച്ചാൽ നമുക്ക് ഐഡൻറ്റിറ്റി തരുന്നത് എന്താണ്? നമ്മുടെ ഭാഷയാണ്. നമ്മൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ അയാൾ ഏത് ഭാഷയിലാണോ സംസാരിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റിയെ തീരുമാനിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്നയാൾ തമിഴിലാണ് സംസാരിക്കുന്നതെങ്കിൽ അയാൾ തമിഴൻ, തെലുങ്കിലാണെങ്കിൽ തെലുങ്കൻ, ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിക്കാരൻ. അതുപോലെ നമ്മൾ ആരാണ്? മലയാളം സംസാരിക്കുന്ന നമ്മൾ മലയാളികളാണ്. അതായത് എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ അസ്തിത്വം മലയാളം എന്ന് പറയുന്നതാണ്. എൻ്റെ ആകാശമാണ്. അതായത് ഞാൻ സ്വതന്ത്രമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും എനിക്ക് എൻ്റെ ഭാഷയാണ് കൂട്ടുള്ളത്. എന്നെ തഴുകുന്ന കാറ്റാണ്. എനിക്കൊരു വിഷമമുണ്ടായാൽ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുന്നത് ഏത് ഭാഷയിലാണ്? മലയാളത്തിലാണ്. സാരമില്ല, ഇത് ശരിയാകുമെന്ന് ഞാൻ എന്നെ തന്നെ സാന്ത്വനിപ്പിക്കുന്നത് മലയാളത്തിലാണ്. എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്. എനിക്കുണ്ടാകുന്ന വിഷമതകളെ, എൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഞാൻ പരിഹരിക്കുന്നത് എൻ്റെ ഭാഷയിലൂടെയാണ്. എൻ്റെ ആവശ്യങ്ങളെ ഞാൻ നിവർത്തിക്കുന്നത് എൻ്റെ ഭാഷയിലൂടെയാണ്, അല്ലേ? നിങ്ങൾക്ക് ദാഹിക്കുന്നു, നിങ്ങൾക്ക് വിശക്കുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഭാഷയിലൂടെ അത് മറ്റൊരാളെ അറിയിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരിക നിങ്ങളുടെ ഭാഷയാണ്. എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്.
എനിക്ക് നേർവഴി കാട്ടുന്നതും, അതായത് എനിക്ക് അറിവ് പകർന്നു തരുന്നതും, എനിക്ക് ശരിയും തെറ്റും നിർണ്ണയിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം ലഭിച്ചതുമൊക്കെ ഈ ഭാഷയിലൂടെയാണ്. ഒരു കുട്ടി ജനിച്ച് വളരുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത്. മലയാളികളായ നമ്മൾ എല്ലാവരും ജനിച്ച നാൾ മുതൽ കേൾക്കുന്നത് ഏത് ഭാഷയാണ്? മലയാളമാണ്. മലയാളത്തിൻ്റെ സംസ്കാരമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ, നമ്മുടെ ക്യാരക്ടറിനെ ഒക്കെ നിർണ്ണയിക്കുന്നത് ആരാണ്? മലയാള ഭാഷയാണ്. അപ്പോൾ ഒരമ്മയെ പോലെ ശാസിക്കാനും തലോടാനുമുള്ള സ്വാതന്ത്ര്യം മലയാള ഭാഷയ്ക്ക് നമ്മിലുണ്ട്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ? നമ്മൾ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട്. സ്വപ്നം കാണുമ്പോൾ നമ്മളാരും ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അറബിയിലോ അല്ലെങ്കിൽ അറിയാത്ത ഏതെങ്കിലും കൊറിയൻ ഭാഷയിലോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കാറുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് ഏത് ഭാഷയിലാണ്? നമ്മുടെ സ്വന്തം ഭാഷയിലാണ് സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതും നമ്മൾ തിരിച്ച് മറുപടി പറയുന്നതും. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആരാണ് എന്നൊരാൾ തിരിച്ചറിയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലൂടെയാണ്. അപ്പോൾ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഞാൻ മലയാളം പറഞ്ഞാൽ ഞാൻ മലയാളി, ഞാൻ തമിഴ് പറഞ്ഞാൽ ഞാൻ തമിഴൻ, ഞാൻ തെലുങ്ക് പറഞ്ഞാൽ ഞാൻ തെലുങ്കൻ. അങ്ങനെ എൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന എൻ്റെ ഭാഷ ഏതാണോ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് പ്രദാനം ചെയ്യുന്നത് എന്നാണ് ഇവിടെ MT വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഭാഷ എത്രമാത്രം പ്രധാനമാണ്, ഭാഷയില്ലാതെ നമ്മൾ എത്രമാത്രം അപൂർണരായി പോകും എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതേ തുടർന്ന് ഈ അധ്യായത്തിൻ്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളാണ് നൽകിയിരിക്കുന്നത്. അവയെല്ലാം കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.